നമസ്കാരം. നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പിൻ്റെ വലിയൊരു ആവേശത്തിലും സന്തോഷത്തിലും ഒക്കെ ആയിരുന്നല്ലേ. ആരായിരിക്കും നമ്മുടെ വാർഡുകളും പഞ്ചായത്തുകളും ഭരിക്കാൻ പോകുന്ന ആളുകൾ എന്നുള്ള ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ നോക്കിക്കൊണ്ടിരുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഒരു പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നു. ജീവിതത്തിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയോ അതുമല്ലെങ്കിൽ അങ്ങനെ സ്വപ്നം കാണുകയോ ഒന്നും ചെയ്യാതെ തന്നെ ഒരു നിയോഗം പോലെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവസരം ഏറ്റവും മാക്സിമം ഞാൻ ഉപയോഗപ്പെടുത്തി ആളുകളെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞു. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പ് യാത്രയിൽ എനിക്കുണ്ടായ ചെറിയ ചെറിയ അനുഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. ലിനു ലിറ്റിൽ ടോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഞാൻ നവംബർ 19-ാം തീയതിയാണ് നോമിനേഷൻ സമർപ്പിച്ചത്. ഡിസംബർ 13-നായിരുന്നു നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള വോട്ടെടുപ്പുകൾ ഉണ്ടായിരുന്നത്. എങ്ങനെയൊക്കെയാണ് ഒരു മെമ്പർ ആവാനുള്ള കടമ്പകൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നതെന്ന് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പോടു കൂടിയാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നോമിനേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ചടങ്ങാണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി എഴുതി തയ്യാറാക്കുന്ന ഒരു നോമിനേഷൻ ഫോം. അതിൽ നമ്മുടെ വരവുകളും കണക്കുകളും നമ്മുടെ ബാധ്യതകളും എല്ലാം ഉൾപ്പെടുന്ന, നമ്മുടെ ആധാർ കാർഡിലെ അല്ലെങ്കിൽ ID കാർഡിലെ ഒക്കെ പേരുകൾ വെച്ച് കൃത്യമായിട്ട് ഒരു തെറ്റ് പോലും വരുത്താത്ത നോമിനേഷൻ അപ്ലിക്കേഷൻ നമ്മൾ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കടമ്പ. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സമയം ഞാൻ ഇരുന്നിട്ടുള്ളത് ആ ഒരു നോമിനേഷൻ ഫോം കൃത്യമായിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. ആ നോമിനേഷൻ കൃത്യമായിട്ട് പൂർത്തീകരിച്ചതിന് ശേഷം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുന്നിൽ പോയി നമ്മൾ ആ നോമിനേഷൻ സമർപ്പിച്ച് അതിലുള്ള സത്യപ്രതിജ്ഞാവാചകം നമ്മൾ അവരുടെ മുൻപിൽ ഉറക്കെ വായിക്കണം. ആ വായിക്കുമ്പോൾ ദൈവവിശ്വാസം കൊണ്ട് നമുക്ക് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നുവെന്നും അതുമല്ലെങ്കിൽ സത്യവിശ്വാസത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നൊക്കെ നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിനനുസരിച്ച് നമുക്കതിൽ ആ പ്രതിജ്ഞ ചെല്ലാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ദൈവവിശ്വാസത്തിൽ എൻ്റെ പ്രതിജ്ഞയൊക്കെ സമർപ്പിച്ച് എൻ്റെ ഒരു ജേണി ഞാൻ ആരംഭിച്ചു. ഞാൻ ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതുവരെ ലിൻസി കണ്ട രാഷ്ട്രീയമല്ല ഇനി മുതൽ അങ്ങോട്ട് കാണാൻ പോകുന്നതെന്ന്. ആദ്യം ഞാൻ കരുതിയ അതൊക്കെ വളരെ നോർമലായിട്ട് പറയുന്ന ഒരു വാചകം പോലെ തന്നെയാണ് ഞാൻ മനസ്സിലേക്ക് എടുത്തതെങ്കിലും ഓരോ ദിവസങ്ങളും ആഴ്ചകളും പിന്നിടും തോറും എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ട രാഷ്ട്രീയം ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയമെന്ന്. ഞാൻ കണ്ട വിജയങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള വിജയങ്ങളെന്നും. അതിന് പിന്നിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ, കഷ്ടപ്പാടുകൾ, ഉറക്കമുഴയ്ക്കുന്ന രാത്രികൾ എല്ലാം ഉണ്ട്. എല്ലാം ചേർന്നതാണ് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതാണ്. ആളുകളുടെ അടുത്തേക്ക് കടന്നുപോയി എന്നെ തന്നെ പരിചയപ്പെടുത്താനായി ശ്രമിച്ചു. എൻ്റെ പേര് പറഞ്ഞു, എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലങ്ങൾ പറഞ്ഞു. 8-ാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നതെങ്കിലും 7-ാം വാർഡിലാണ് എൻ്റെ വീടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് എന്നെ അറിയാമെങ്കിലും അധികം ആളുകൾക്ക് എന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ അവരുടെ മുന്നിലേക്ക് ചെന്ന് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തി അവരുടെ ആവശ്യങ്ങളെയൊക്കെ മനസ്സിലാക്കി അവരോട് സ്നേഹത്തിൽ സംസാരിച്ച് ആദ്യഘട്ടം പൂർത്തിയാക്കി. 2-ാം ഘട്ടത്തിൽ അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്നോട് പങ്കുവയ്ക്കാൻ തുടങ്ങി. അതും ഞാൻ സന്തോഷത്തോടു കൂടി വളരെ ആത്മവിശ്വാസത്തോടു കൂടി കേട്ടുനിന്നു. പരിഹരിക്കാൻ കഴിയുന്നതാണ് എന്ന് എനിക്ക് പലരുടെയും പ്രശ്നങ്ങൾ കേട്ടപ്പോൾ മനസ്സിലാക്കി. അതിന് ഒരു മെമ്പർ ആവേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ളത് എൻ്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനൊരു മനുഷ്യനായാൽ മാത്രം മതി, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് എൻ്റെ മനസ്സ് ഉറച്ചു പറഞ്ഞതോടുകൂടി 3-ാം ഘട്ടം അതിലേറെ ആവേശത്തിലാണ് ഞാൻ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞത്. അങ്ങനെ 5-6 തവണകളായി 5 തവണകൾ പൂർണ്ണമായും ആളുകളുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് സാധിച്ചു. അവരെ കണ്ടു, സംസാരിച്ചു. ആളുകളെ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നെ പഠിപ്പിച്ച ഏക കാര്യം. കാരണം നമ്മളോട് 3-4 സ്ഥാനാർത്ഥികളുള്ള ഒരു വാർഡിൽ ആദ്യം കയറി ചെല്ലുന്ന എന്നോട് ധൈര്യമായിട്ട് തിരിച്ചു വെക്കോ എന്നും, 2ാമത് വരുന്ന ആളോട് വിജയം ഉറപ്പാണെന്നും, 3ാമത് വരുന്ന ആളോട് സംശയിക്കേണ്ട ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണെന്നും, 4ാമത് വരുന്ന ആളോട് ഇത് നിനക്ക് തന്നെ, നീ ഇത് വിട്ടുകൊടുക്കണ്ട എന്നും പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ പോലും എനിക്ക് ആളുകൾ എന്നോട് പറയുന്ന ചെറിയ കപടതകളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ അമിതമായ വിജയപ്രതീക്ഷകൾ എനിക്കുണ്ടായിരുന്നില്ല. അത്തരമൊരു വാർഡിലാണ് ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ കടന്നു ചെല്ലേണ്ടി വന്നത്. അവിടെ നിന്ന് ലഭിച്ച അനുഭവങ്ങളൊക്കെ എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പാഠങ്ങളായിരുന്നു. ആ പാഠം ഒരിക്കലെങ്കിലും വായിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നോട് ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ ഒരു പണിക്ക് പോയത്, സ്ഥാനാർത്ഥി ആവേണ്ട കാര്യം വല്ലതും ഉണ്ടോ, വല്ലതും ഉണ്ടായിരുന്നോ, ഇങ്ങനെ വെയിൽ കൊണ്ട് നടക്കേണ്ടി വന്നത് എന്തിനാണ്, എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയേറെ കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ എന്നോട് ചോദിച്ച ആളുകളുണ്ട്. പക്ഷേ എനിക്ക് അവരോടെല്ലാം ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊരു സ്ഥാനാർത്ഥിയാവണം.
അപ്പോൾ മാത്രമേ നമ്മുടെ ചുറ്റുപാടിലും നമ്മൾ കാണാത്ത, അറിയാത്ത, നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത, നമ്മൾ വിട്ടുപോകുന്ന പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് വെക്കാനായിട്ട് കഴിയുള്ളൂ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമായിരുന്നു സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത്. ഇന്നും ഞാൻ ആ ഒരു അവസരത്തിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി തുടർന്നും നമ്മുടെ വീഡിയോയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പ് യാത്രയിൽ എന്നോട് ചോദിച്ച ചില സംശയങ്ങളും എന്നിൽ നിന്ന് അറിയണമെന്ന് ആളുകൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര വോട്ട് കിട്ടി, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയതെന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.